ഗുരു അങ്ങ് കുണ്ടലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്, എന്താണ് ഈ കുണ്ടലിനി യോഗ? പിന്നെ പലരും പറഞ്ഞ് കേൾക്കുന്നു, അല്ലെ പലരും പറഞ്ഞ് പേടിപ്പിക്കുന്നു എന്ന് പറയാം. കുണ്ടലിനി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ സംഭവിക്കും, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ചിലർ ഇങ്ങനെ പോലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ നോർമൽസിൽ നിന്ന് നിങ്ങൾ ചിലപ്പം വഴുതി പോകാൻ, നിങ്ങളുടെ കൈവിട്ട് നിങ്ങൾ പോകാമെന്നവർ പറഞ്ഞു കേൾക്കും. അങ്ങനെ പല രീതിയിൽ പല ആൾക്കാർ ഇതിനെക്കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ട്, എന്നാൽ ഇത് ചെയ്യുന്ന ആരും തന്നെ അങ്ങനെ പൂർണ്ണമായിട്ടും ഇതിലോട്ട് പോയിരിക്കുന്ന ആരും നമുക്കങ്ങനെ പ്രോബ്ലമായിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അങ്ങയുടെ ഒരു ഇതിൽ നോക്കുവാണെങ്കിൽ ശരിക്കും അങ്ങേ കൊടുക്കുന്ന ഈ ഒരു കുണ്ടലിനി പ്രാക്ടീസ് എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്, അത് ഏത് രീതിയിലാണ് ഒരാൾക്ക് ഇമ്പാക്റ്റ് ആവുക? ഈ പറയുന്ന എന്തെങ്കിലും റിസ്കുകൾ അതിനകത്തുണ്ടോ? തീർച്ചയായിട്ടും നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഇത് വളരെ വ്യക്തമായിട്ട് സമൂഹത്തെ നമുക്ക് അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുണ്ടലിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പലരും കുണ്ടലിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടലിനി ഉണർത്തിക്കൊണ്ട് നമുക്കിങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മനുഷ്യന് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന എന്തോ ഒരു സംവിധാനമാണ്, എന്തോ ഒരു ശക്തിയാണ്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഇപ്പോൾ ഈ മാടൻ മറുത അല്ലെങ്കിൽ പിശാച്, അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് സ്പിരിറ്റുകളെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തോ ഒരു ശക്തിയാണ് ഇതെന്നുള്ള രീതിയിലാണ് പലരും കാണുന്നത്. കാരണം ഇതിനെപ്പറ്റിയുള്ള ഒരു വ്യക്തമായ ധാരണ പലർക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. സത്യത്തിൽ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു അത്ഭുത മഹാശക്തി വിശേഷമാണ് കുണ്ടലിനി എന്ന് പറയുന്നത്. എന്നാൽ അതിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഒരു മനുഷ്യൻ്റെ ബോധം വളരേണ്ടതായിട്ടുണ്ട്. ബോധം മാത്രമല്ല, അവൻ്റെ എൻ്റെ സിസ്റ്റം വളരേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 100 രൂപ കൊടുത്ത് ഒരു സാധനം മേടിച്ചാൽ പോലും അതിൻ്റെ ഒരു യൂസർ മാനുവൽ നമ്മൾ കൊണ്ടു നടക്കുകയും അത് കൃത്യമായിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ഡിവൈസിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ മനുഷ്യൻ്റെ കാര്യത്തിൽ സത്യത്തിൽ അങ്ങനെ ഒരു യൂസർ മാനുവൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ ഈ പൗരാണിക ഗ്രന്ഥങ്ങളെല്ലാം, ആചാര്യന്മാരെല്ലാം നമ്മളെ ആ ഒരു യൂസർ മാനുവൽ നമുക്ക് തന്നിട്ട് എങ്ങനെ ഇതിനെ ഈ ഒരു നമ്മുടെ ഇരിക്കുന്ന ഈ അതിമഹത്തായ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും എന്നാ പറയുന്നത് ഉയർന്ന ഒരു മിഷണറിയാണെന്ന് പറയാം. മിഷണറി എന്നതിനെക്കാട്ടിലുപരി ഏറ്റവും ഉയർന്ന ഒരു ക്രിയേച്ചറാണെന്ന് പറയാം. കാരണം ഇത്രയും ഉയർന്ന അല്ലെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഉയർന്ന രീതിയിൽ ഇതിനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സാധനം നമ്മളിതിനെപ്പറ്റി ഒരു അറിവും ഇല്ലാതെയാണ് നമ്മളിതിനെ എടുത്ത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പല തലങ്ങൾ, 100 കണക്കിനുള്ള തലങ്ങളുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് അറിയാതെയാണ് നമ്മളിതിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനെ എങ്ങനെയാണോ ഈ ഒരു ഡിവൈസിനെ ഉപയോഗിക്കേണ്ടത് എന്നറിയാതെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ സാധ്യതകളെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിന് നമുക്ക് കൊടുക്കേണ്ടതായ രീതിയിലുള്ള ഇൻപുട്ട് കൊടുക്കാതെ പല രീതിയിൽ, പല നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വരുന്ന കുഴപ്പമെന്ന് വെച്ചാൽ, ഒരു 8 വയസ്സ് അല്ലെങ്കിൽ 9 വയസ്സൊക്കെ ആവുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു എൻ്റയർ ലൈഫിലേക്ക് വേണ്ട മുഴുവൻ സ്ക്രിപ്റ്റുകളും അവനിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയും ആ ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് ആവശ്യമുള്ള രീതിയിലല്ല ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകപ്പെടുന്നത്. അതുകൊണ്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, ഒരു മനുഷ്യനും അവൻ്റെ സാധ്യതകളുടെ, അവൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണോ അതിൻ്റെ ഒരു അംശം പോലും ഉപയോഗിച്ചിട്ടല്ല ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത്. അവരിങ്ങനെ ദുഃഖത്തിലും ദുരിതത്തിലും ഇങ്ങനെ ആയിത്തീരുകയാണ്. പക്ഷേ പ്രപഞ്ചം നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ദുഃഖത്തിലും ദുരിതത്തിലും ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ അത്രത്തോളം സാധ്യതകളെ എല്ലാം നമ്മൾ വിനിയോഗിച്ചുകൊണ്ട് ഉന്നതമായ രീതിയിലുള്ള ഒരു ജീവിതത്തെ നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ കുണ്ടലിനി യോഗത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അവിടെയാണ്. ശരിക്കും പറഞ്ഞാൽ കുണ്ടലിനി എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ഈ ഒരു ഹയർ പൊട്ടൻഷ്യാലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ശക്തിവിശേഷത്തെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയാൽ, അതിനെ ആക്ടിവേറ്റ് ചെയ്ത് ഇപ്പം കുണ്ടലിനെ ഉണർത്തി ഹയർ ലെവലിലേക്ക് അണിവാദി അഷ്ടസിദ്ധികളൊക്കെ പ്രാപിക്കണമെന്നൊന്നും ആവശ്യമില്ല. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ 8 സിദ്ധികളും ഒന്നും നേടണമെന്ന് ആവശ്യമില്ല. പക്ഷേങ്കിൽ അവൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന അവന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ മാത്രം ആക്സസ് ചെയ്താൽ തന്നെ വളരെ ഹയർ ലെവലിലേക്ക് അവന് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ട ഏറ്റവും ബേസ് ആയിട്ടുള്ള ഫ്യൂവലാണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ കുണ്ടലിനി ശക്തിയെ കേന്ദ്രീകരിച്ച് നമ്മളൊരു പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഹയർ ലെവലിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ സംഭവിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മളെ പ്രാപ്തമാക്കുന്ന വിദ്യയാണ്
നമ്മുടെ കുണ്ടലിനി യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുണ്ടലിനി പ്രാക്ടീസ് ചെയ്യരുത്, കുണ്ടലിനി പ്രാക്ടീസ് ചെയ്താൽ കുണ്ടലിനി സിൻഡ്രോം വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഇപ്പം കുണ്ടലിനി യോഗം പോലെയുള്ള വിദ്യ പരിശീലിക്കുന്നത് നമ്മളൊരു 100 പേരെ എടുത്താൽ 1-2 ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് അതിൻ്റെ ആ ഒരു ഹയർ പൊട്ടൻഷ്യാലിറ്റി അറിയാം, ആ ഒരു ഹയർ ലെവലിലേക്ക് അവർക്ക് പോകാനും സാധിക്കും. ഇപ്പം ഏറ്റവും സാധാരണ ലെവലിൽ കഴിയുന്ന ആളുകൾ, സാധാരണ ലെവലിൽ കഴിയുന്നു പറഞ്ഞാൽ ഇപ്പം എന്നാ പറയുന്നത്, ഈ ആത്മീയതയെ പറ്റിയൊന്നും അന്വേഷിക്കാതെ ഞാൻ ഈ ശരീരമാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ശരീരം മാത്രമാണ്, അപ്പോൾ ഈ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ഇൻപുട്ട് ചെയ്താൽ മതി. അതായത് ഭക്ഷണം കഴിക്കുന്നു, അവർ കിടന്നുറങ്ങുന്നു, പ്രത്യുൽപാദനം നടത്തുന്നു, അതിനുശേഷം മരിച്ചു പോകുന്നു. ഇങ്ങനെ ഉള്ളൊരു ജീവിതശൈലിയിൽ മാത്രം ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ഹയർ എനർജിയുടെ ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ അതേപ്പറ്റി അവർക്ക് പറ്റുന്നില്ല. അവിടെ നിന്ന് പല ജന്മങ്ങളെടുത്ത് അവരൊരു ഹയർ ബീയിങ് ആയിട്ട് മാറുമ്പോഴാണ് അവർ ഞാൻ ഈ ശരീരമല്ലെന്നും ഞാൻ ഈ മനസ്സല്ലെന്നും ആ മനസ്സിനും അപ്പുറത്തുള്ള ആത്മബോധമാണെന്നും ആ ആത്മബോധം ആയിരിക്കുന്ന എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് സാധ്യതകളുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുന്ന വ്യക്തികൾക്കാണ് കുണ്ടലിനി യോഗം ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ആവശ്യമില്ലാത്തൊരു വിഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ആ ഒരു ലെവലിലുള്ള ആളുകളാണ് കുണ്ടലിനി യോഗം പ്രാക്ടീസ് ചെയ്താൽ അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളെന്ന് പറയും. ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞാൽ ഈ 4 യോഗമാർഗ്ഗങ്ങളും കമ്പൈൻ ചെയ്തിട്ടുള്ള, അതായത് കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും ക്രിയായോഗവും, ഈ 4 യോഗമാർഗ്ഗങ്ങളും കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു ഹയർ യോഗ വിദ്യയാണ് കുണ്ടലിനി യോഗം എന്ന് പറയുന്നത്. അതുമാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള ഇപ്പോൾ ഹഠയോഗം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആസനങ്ങൾ പഠിക്കണം, ആ ആസനങ്ങളിലൂടെ നമ്മുടെ ശരീരത്തെ വലിയ രീതിയിൽ പാകപ്പെടുത്തി കൊണ്ടുവരാറുണ്ട്. എന്നാൽ കുണ്ടലിനിയുടെ ബേസ് എന്ന് പറയുന്ന അഷ്ടാംഗയോഗം ആയതുകൊണ്ട് തന്നെ ആ അഷ്ടാംഗയോഗത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് കുണ്ടലിനി യോഗത്തിൻ്റെ എല്ലാ പ്രാക്ടീസുകളും വരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ധ്യാനത്തിനാണ് കുണ്ടലിനിയിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിക്കും വളരെ സിമ്പിളായിട്ട് പരിശീലിക്കാൻ പറ്റുന്ന ഒരു യോഗമാർഗ്ഗമാണ് കുണ്ടലിനി യോഗത്തിൻ്റെ മാർഗ്ഗം എന്ന് പറയുന്നത്. അതങ്ങ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എല്ലാവർക്കും ഒരുപക്ഷെ സാധ്യമാവുന്ന ഒന്നായിരിക്കണം. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളിലേക്ക് അങ്ങ് പറഞ്ഞു എല്ലാവർക്കും അങ്ങനെ ഒരു യോഗത്തിൻ്റെ സാധ്യത തന്നെ ചിലപ്പോൾ ആവശ്യം തന്നെ ഇല്ലെന്ന് പറയുന്നു. അപ്പം അതിലെത്തിപ്പെടാൻ സാധിക്കുന്ന തന്നെ വളരെ വിശേഷ്യമായിട്ടുള്ള ഒന്നായിരിക്കുമെന്നൊന്ന് ഞാൻ ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നു. അത് കൂടാതെ ഒരു 8-10 ദിവസമാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങയുടെ കോഴ്സുകൾ സാധാരണ ഒരു കുണ്ടലിനി ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 8-10 ദിവസം കൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു കുണ്ടലിനി പ്രാക്ടീസ് പഠിച്ചെടുക്കാനും അത് സ്വായത്തമാക്കാനും ഒക്കെ സാധിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം ഫോക്കസ് ചെയ്യുന്നത് 2 ദിവസത്തെ നേരിട്ടുള്ള പ്രോഗ്രാമും 8 ദിവസത്തെ ഓൺലൈൻ സെഷനുമായിട്ടാണ് ആ ഒരു പ്രോഗ്രാം പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏകദേശം ഒരു 6 മാസത്തിന് കൂടുതൽ അവർക്ക് പരിശീലിക്കാനുള്ള വിദ്യകൾ നമ്മൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ പ്രോഗ്രാമിൽ. അപ്പം അതിനകത്ത് ഇപ്പം കുണ്ടലിനി യോഗത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് 5 ലെയറുകളായിട്ടാണ്. അതായത് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ 5 ലെയറുകളായിട്ടാണ്. അപ്പോൾ ഈ 5 ലെയറുകളായിട്ട് ഒരു വ്യക്തിയെ തിരിച്ച് അവർക്ക് എവിടെയാണോ അവരുടെ ഏത് ലെയറിലൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് അത് വർക്ക് ചെയ്യാനായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ടെക്നിക്സ്, വ്യക്തമായിട്ടുള്ള ക്രിയകൾ, ടെക്നിക്സ്, മെഡിറ്റേഷൻസ് ഇതെല്ലാം കൊടുത്ത് ഓരോ ലെയറിനെയും നമ്മൾ കറക്റ്റ് ചെയ്യുക. ഈവൻ ഇപ്പം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ അന്നമയ കോശത്തെ പറ്റി പറയുകയാണെങ്കിൽ അന്നമയ കോശം എന്ന് നമ്മുടെ ഫിസിക്കൽ ബോഡി. അപ്പോൾ ഫിസിക്കൽ ബോഡിയിൽ ശരിയായ ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് നമ്മൾ ആത്മീയത പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അവർക്ക് വേണ്ടത് ആദ്യം ഫിസിക്കലായിട്ടുള്ള ആരോഗ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് സൂര്യനമസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ തുടങ്ങി ആ സൂര്യനമസ്കാരത്തിലൂടെ അവരെ കൊണ്ടുപോയി അവർക്ക് ആവശ്യമായിട്ടുള്ള എക്സസൈസുകൾ, കാര്യങ്ങൾ, ഭക്ഷണ രീതികൾ, ക്രമങ്ങൾ, അതിനെപ്പറ്റിയൊക്കെയുള്ള ശാസ്ത്രീയമായ അറിവുകൾ ഇതെല്ലാം കൊടുത്ത് അവരെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു ലെയറിൽ അവർ ഡെവലപ്പായി. അപ്പോൾ ആ ലെയറിൽ അവർക്ക് സ്വാസ്ഥ്യം കിട്ടി. അവിടെ നിന്ന് പിന്നെ അടുത്ത ലെയറിലേക്ക് അവർക്ക് കടക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ 1 by 1 ആയിട്ട് നമ്മൾ വ്യക്തിയെ കൃത്യമായി പഠിച്ച് ആണ് ഈ ഒരു പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുവാണ്. ഇപ്പോൾ നമ്മളൊരു കുണ്ടലിനി യോഗം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉള്ള ട്രെയിനിങ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്കത് അവരുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഡെയിലി അതിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റയർ ലൈഫ് സിസ്റ്റമാണ് മാറുന്നത്. അപ്പം നമ്മൾ അത് കൂടാതെ അവിടെ കുണ്ടലിനി ദീക്ഷ പോലെയുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ സമയങ്ങളിൽ കുണ്ടലിനി ദീക്ഷ കൊടുക്കുന്ന സമയങ്ങളിൽ ആ ഒരു എൻ്റയർ എനർജി സിസ്റ്റത്തിൽ ചേഞ്ച് വരുത്തുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവർ അതുവരെ ആയിരുന്ന ഒരു എനർജി സിസ്റ്റം അല്ല പിന്നെ ഉള്ളത്. അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടൊരു ഒരു ഉയർന്ന നിലയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് അതിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ എനർജിയെ ആക്സസ് ചെയ്യാനായിട്ടും അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ടും ഈ 5 ലെയറുകളിലും
അവർക്ക് വർക്ക് ചെയ്ത് ഈ എനർജിയെ നമുക്ക് അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ടും അങ്ങനെ ലൈഫിലൊരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളായിട്ട് മാറാനായിട്ട് സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണല്ലോ. കാരണം ഞാൻ നോർമൽ സ്വാഭാവികമായിട്ടുള്ള ഒരു സാധാരണ ഭൗതിക ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഒരേ സമയം 4-5 ബിസിനസ്സൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അവിടെ നിന്ന് എനിക്ക് എൻ്റെ ഗുരുനാഥിൽ നിന്ന് കിട്ടിയ ദീക്ഷയുടെ ആ ഒരു നിമിഷമാണ് എൻ്റെ ലൈഫിലെ എൻ്റെ സിസ്റ്റങ്ങൾ മാറ്റിക്കളഞ്ഞു. അതുവരെ എനിക്ക് എന്തൊക്കെ അപാകതകളുണ്ടായിരുന്നോ അതെല്ലാം മാറിയിട്ട് ഒരു നിമിഷത്തിൽ എൻ്റെ ഒരു സിസ്റ്റം, അതായത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിപ്പോയി. അപ്പോൾ അതാണ് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. വളരെ പുതുമയും അതുപോലെ മനുഷ്യ സമൂഹത്തിനേറെ സന്തോഷിക്കാവുന്നൊരു കാര്യമായിട്ട് തോന്നി. കാരണം ട്രാൻസ്ഫോമഡ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഒരുപാട് പേര് ലോകത്തിനങ്ങ് സമ്മാനിക്കുന്നു ഈ ഒരു പ്രോസസ്സ് വഴി. അതുവഴി ആ ഓരോ വ്യക്തികളിൽ നിന്നും അവരുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് മനുഷ്യരിലേക്കും അപ്പോൾ പ്രകൃതിക്ക് തന്നെ അത് ഒരുപാട് ഗുണമാവുന്നു എന്ന് മനസ്സിലാകുന്നു. ഒരു സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ അവനെ സംബന്ധിച്ച് അവൻ്റെ നിത്യ പ്രശ്നങ്ങൾ, അതായത് ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് എത്ര ഭംഗിയായി ഇത്തരം കാര്യങ്ങളിലൂടെയും കൊണ്ടുപോകാൻ പറ്റും? ഇതെല്ലാം യോജിപ്പിച്ചു കൊണ്ടുപോകാവുന്ന ഒന്നാണോ? Yasha Living, synchronizing the art, tactics, and spirituality.